ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നോൺ റെസിഡൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റെസിഡൻ്റ് ആയിക്കോട്ടെ, നാട്ടിൽ ബാങ്കിലോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലോ ആയിക്കോട്ടെ അല്ലെങ്കിൽ KSFയിലായിക്കോട്ടെ, അവരെന്ത് ചെയ്യുന്നുണ്ടാവും, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ ഇൻട്രസ്റ്റ് ഇൻകം ചിലപ്പോൾ ബാങ്ക് എന്ത് ചെയ്യാറുണ്ട്, TDS ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇത് പല ആൾക്കാരും ഇപ്പോഴും ഇത് അറിയുന്നില്ല. ഇപ്പം നോർമലി അത് അവോയ്ഡ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് 12 ലാഖിനും താഴെയാണ് നിങ്ങളുടെ ഇൻകം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഫോം 15G ഓർ H, ഇപ്പോൾ അതിൻ്റെ പുതിയ നെയിം ഫോം 121 തന്നെയാണ്. അത് എല്ലാ കൊല്ലവും ഏപ്രിൽ തന്നെ എന്ത് ചെയ്യുക, അത് ബാങ്കിലേക്ക് സബ്മിറ്റ് ചെയ്യുക. അതിൽ പറയുന്നത് നിങ്ങൾക്ക് 12 ലാഖിന് താഴെയാണ് ഇൻകം ഉള്ളത്, അതുകൊണ്ട് നിങ്ങൾക്ക് ടാക്സ് ലയബിലിറ്റി ഒന്നും തന്നെ വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തരുന്ന ഇൻട്രസ്റ്റ് ഇൻകത്തിൽ നിന്നും എന്ത് ചെയ്യരുത്, ടാക്സ് കട്ട് ചെയ്തിട്ടല്ല തരേണ്ടത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫോം ഫയൽ ചെയ്യുന്നത്. പക്ഷേ ഈ ഫോം ചിലപ്പോൾ ഫയൽ ചെയ്യാൻ വിട്ടുപോവുകയോ അല്ലെങ്കിൽ ചെയ്യാതെ ഇരിക്കുകയോ ചെയ്യാം. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ എന്ത് ചെയ്യും, ബാങ്കുകാർ TDS ഡിഡക്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഇൻട്രസ്റ്റ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ആ വർഷത്തെ ITR കൃത്യമായിട്ട് ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഡ്യൂ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ എമൗണ്ട്, അതായത് എത്രയാണോ TDS ഡിഡക്റ്റ് ചെയ്തിട്ടുള്ളത്, അത് റീഫണ്ടായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ പല കേസുകളും കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ 24-25 TDS ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിട്ടേൺ ഇപ്പോഴാണ് നമ്മൾ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പല ക്ലയൻറ്റും വരുന്നത്. ആക്ച്വലി ഫിനാൻഷ്യൽ 24-25 ഡ്യൂ ഡേറ്റ് വരുന്നത് 31 December 2025 ആണ്. സോ അതിനുള്ളിലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫയൽ ചെയ്തിരിക്കണം എന്ന പോയിൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ വർഷത്തെ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പല ആൾക്കാരും ChatGPT ചോദിച്ചിട്ട് എന്ത് ചെയ്യാണ്, കഴിഞ്ഞ 4 കൊല്ലത്തെ റിട്ടേൺസ് നമുക്ക് ഫയൽ ചെയ്യാമല്ലോ, അല്ലെങ്കിൽ പല ബാങ്കുകാരും അല്ലെങ്കിൽ KSFO പറയാനുണ്ടാവും, ചാർട്ടർ അക്കൗണ്ടൻസിൻ്റെ അടുത്ത് സമീപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയേഴ്സിലെ ഫിനാൻഷ്യൽ 24-25 അതിന് മുമ്പത്തെ റിട്ടേൺസൊക്കെ ഫയൽ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഓഫ് കോഴ്സ് അത് പോസിബിളാണ്, പറ്റും. പക്ഷേ അത് ITR-U അഥവാ അപ്ഡേറ്റ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ നമുക്കുണ്ട്. കഴിഞ്ഞ കൊല്ലം, അതായത് ഈ ഫിനാൻഷ്യൽ ഇയർ അല്ലാത്ത ഇതിന് തൊട്ട് മുമ്പത്തെ 4 കൊല്ലങ്ങളിലെ റിട്ടേൺ നമുക്ക് വേണമെങ്കിൽ ലേറ്റ് ഫീ അടച്ചുകൊണ്ട് ഫയൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും ആ റിട്ടേണിൽ നിന്ന് നമുക്ക് റീഫണ്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. സോ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, കഴിവതും എന്ത് ചെയ്യുക, അതാത് ഫിനാൻഷ്യൽ ഇയേഴ്സിൻ്റെ റിട്ടേൺ അതാതിൻ്റെ ഡ്യൂ ഡേറ്റിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുക, ഫയൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീഫണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അധികം ഇൻകില്ലാത്ത ഭൂരിഭാഗം ആൾക്കാർക്കും ഇൻട്രസ്റ്റ് ഇൻകമായിരിക്കും. ഇപ്പോൾ സീനിയർ സിറ്റിസൺസിനൊക്കെ ഭൂരിഭാഗം മെയിനായിട്ട് ഇൻകം വരുന്നത് ഇൻട്രസ്റ്റ് ഇൻകമാണ്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൽ നിന്നുള്ള ഇൻകം ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ടാക്സ് കട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ പല ആൾക്കാർ, ചില NRIസിന് ടാക്സ് ഇതുപോലെ ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ITR അതായത് ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫയൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, ഫയൽ ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് റീഫണ്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റണില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ടൈംലി എന്ത് ചെയ്യുക, ITR ഫയൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.